സ്വാഗതം. പകൽ വാർത്ത ആരംഭിക്കുന്നു. നോക്കാം തലക്കെട്ടുകൾ. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. ആലപ്പുഴയിൽ സ്കൂൾ കുട്ടികളെ ഉപയോഗിച്ച് വ്യാപക ലഹരി വിൽപ്പന. ഒരു ദിവസം മാത്രം കഞ്ചാവ് വാങ്ങുന്നത് 100-ലേറെ കുട്ടികളെന്ന് പിടിയിലായ വിദ്യാർത്ഥി. ലഹരി വിറ്റാൽ വലിക്കാൻ കഞ്ചാവ് പകരം കിട്ടുമെന്നും 17-കാരൻ ന്യൂസ് 18നോട്. പിടിയിലായ വിദ്യാർത്ഥിയുടെ ലഹരി ഉപയോഗവും വിൽപ്പനയും പോലീസിനെ അറിയിച്ചത് അമ്മ. ന്യൂസ് 18 വാർത്ത സ്ഥിരീകരിച്ച് പോലീസും. അതൊരു റൈറ്റ് ടൈമിലല്ലായിരുന്നു അങ്ങനെ ഒരു കോള് വന്നത്. ഞാൻ മാനസികമായി തകർന്നിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഭീഷണി സ്വരത്തിൽ എന്നെ വിളിക്കുമ്പോൾ അന്ന് എനിക്കത് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം കൂടെയായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞത്. മമ്മൂട്ടിക്കെതിരെ സാന്ദ്ര തോമസ്. ലൈംഗിക അതിക്രമ കേസിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെട്ട് വിളിച്ചത് ഭീഷണിയുടെ സ്വരത്തിൽ. പ്രതികരിക്കുന്ന സ്ത്രീകളെ പിന്തിരിപ്പിക്കുന്നവരാണ് സൂപ്പർ താരങ്ങളെന്ന് സാന്ദ്ര. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ അവർ പ്രതികരിക്കില്ലെന്നും സാന്ദ്ര Q18-ൽ. എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിന ശോഭയിൽ രാജ്യം. ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി. ചെങ്കോട്ട പ്രസംഗത്തിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് മോദി. ആണവായുധം കാട്ടിയുള്ള ഭീഷണി ഇന്ത്യയോട് न्यूक्लियर ब्लैकमेल लंबे अरसे से चलाया, अब ब्लैकमेल नहीं सहा जाएगा. സംസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ. അമ്മയിലെ പുതിയ ഭാരവാഹികളെ വൈകിട്ടോടെ അറിയാം. തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. വോട്ടെണ്ണൽ 2 മുതൽ. ആരും വിട്ടുപോയിട്ടില്ല. എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുമെന്ന് മോഹൻലാൽ. ആരും ഇതിൽ നിന്ന് വിട്ടൊന്നും പോയിട്ടില്ല. എല്ലാവരും ഇതിലുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് ഏറ്റവും നല്ല ഒരു ഭരണം കാഴ്ചവെക്കുന്നുള്ളതാണ് എന്റെ വിശ്വാസം. അങ്ങനെ സംഭവിക്കും. കിഷ്ത്വാർ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 60 കടന്നു. കണ്ടെത്താനുള്ളത് 100-ലധികം പേരെ. ജീവൻ നഷ്ടമായവരിൽ 2 ജവാന്മാരും. 150ഓളം പേർ ചികിത്സയിൽ. രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി മോശം കാലാവസ്ഥ. ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിൻ നിർണായക കൂടിക്കാഴ്ച ഇന്ന്. ഉച്ചകോടി ഇന്ത്യൻ സമയം രാത്രി 1-ന് അലാസ്കയിൽ. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് വിരാമമാകുമോ എന്ന് ഉറ്റുനോക്കി ലോകം. നിരുപാധിക വെടിനിർത്തലിന് പുടിൻ വഴങ്ങിയേക്കില്ലെന്ന് വിലയിരുത്തൽ. റിലീസായി 24 മണിക്കൂറിനുള്ളിൽ രജനീകാന്തിന്റെ കൂലി ഇന്റർനെറ്റിൽ. വ്യാജ പതിപ്പുകളിൽ പലതും HD ഫോർമാറ്റിൽ. ചോർന്നത് തമിഴ് റോക്കേഴ്സ് മൂവി ഡാസ് സെറ്റുകൾ വഴി. വിശദമായി കിടക്കാം. ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. ആലപ്പുഴയിൽ ലഹരി വിൽക്കുന്നത് സ്കൂൾ കുട്ടികൾ. പോലീസ് പിടിയിലായ 17-കാരനാണ് ന്യൂസ് 18നോട് ഞെട്ടിക്കുന്ന ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ശനിയാഴ്ച ദിവസം മാത്രം തൻ്റെ കയ്യിൽ നിന്നും കഞ്ചാവ് വാങ്ങുന്ന കുട്ടികളുടെ എണ്ണം 100-ലേറെയാണ്. പാക്കറ്റ് 1-ന് 500 രൂപയ്ക്കാണ് വിൽപ്പനയെന്നും കഞ്ചാവ് വിറ്റാൽ പകരം ലഭിക്കുക ഉപയോഗിക്കാനുള്ള കഞ്ചാവ് മാത്രമാണെന്നും 17-കാരൻ തുറന്നു പറയും. ഓപ്പറേഷൻ ഡി ഹണ്ട് ഉൾപ്പെടെയുള്ള ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ പോലീസ് ആരംഭിച്ചതോടുകൂടി തെരച്ചിൽ വ്യാപകമാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിലാണ് ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇത് വിൽപ്പന നടത്തുന്ന ആളുകൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചു തുടങ്ങിയത്. അത്തരത്തിൽ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് മറ്റ് വിദ്യാർത്ഥികളിലേക്ക് ഇത് എത്തിക്കുക, ഒപ്പം പലയിടങ്ങളിൽ ഇത് വിൽപ്പന നടത്തുക അടക്കമുള്ള കാര്യങ്ങളാണ് ചെയ്തു വരുന്നതെന്നാണ് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വിദ്യാർത്ഥി നമ്മളോട് പ്രതികരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെന്നാണ് തുറന്നു പറയാൻ പോകുന്നത്. പഠിക്കുകയാണല്ലേ? എങ്ങനെയാണ് ആദ്യമായിട്ട്, അതായത് ഈ ഒരു ലഹരി ഉപയോഗം, കഞ്ചാവ് ഉപയോഗത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? എങ്ങനെയാണ് ലഹരി മാഫിയ കുട്ടികളെ വലയിലാക്കുന്നത്? ഒരു വിദ്യാർത്ഥി നമ്മളോട് തുറന്ന് സംസാരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. എത്ര നാളായി ലഹരി ഉപയോഗമുണ്ട്?
ഒരു വർഷമായിട്ടുണ്ട് അല്ലേ? സ്കൂൾസ് തൊട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ടെൻത്ത് കഴിഞ്ഞിട്ടാണ്. എങ്ങനെയാണ് ഇവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്? വഴി വെച്ചുകൊണ്ട് ആദ്യം സ്കോറായിട്ട് വന്നു, പിന്നെ അതിൽ കൂടുതലായിട്ട് വരാൻ തുടങ്ങി. അതായത് വഴിയിൽ വെച്ച് കണ്ടപ്പോൾ എങ്ങനെയാണ് അയാൾ നിങ്ങളെ അപ്രോച്ച് ചെയ്തത്? കണ്ട് സംസാരിക്കും. ആദ്യം വലിക്കാൻ വേണ്ടി തന്നു. വലിക്കാൻ വേണ്ടി തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കാൻ തുടങ്ങി. ആ, എന്താ അയാൾ വിളിക്കുമ്പോ എന്താ പറയുന്നത്? വിളിക്കുമ്പോൾ വേണമെന്ന്. അപ്പൊ കൂട്ടുകാരെന്താന്ന് പറയും, ഞാൻ വിളിച്ചു കൊടുക്കും. അപ്പൊ എനിക്ക് വേണ്ടി അതായത് കൂട്ടുകാർക്ക് ഇത് വേണോ എന്ന് ചോദിക്കാനായിട്ട് അയാൾ നിങ്ങൾക്ക് നിർദ്ദേശം തന്നിരുന്നോ? തന്നിരുന്നു. ആദ്യം താങ്കളെ കണ്ടു, താങ്കൾക്ക് ഇത് തന്നു, സൗഹൃദത്തിന്റെ പുറത്ത് തന്നു അല്ലെ? ഇവിടെ അടുത്ത് തന്നെയുള്ള ആളാണ് അല്ലെ? അതിനുശേഷം പിന്നീട് എന്താ പറയുന്നത്, കൂട്ടുകാരെ കൂടി കണക്ട് ചെയ്ത് തരാൻ പറയുന്നുണ്ടായിരുന്നു. അവരൊക്കെ വിദ്യാർത്ഥികളാണ്. പിന്നീട് എങ്ങനെയാണ് കൂട്ടുകാരിലേക്ക് ഇത് എത്തി തുടങ്ങിയത്? വേറെ കുറെ ആളുകളും ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇതിനകത്ത് ഇത് കൊടുത്താൽ, സുഹൃത്തുക്കൾക്ക് ഇത് വിറ്റാൽ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇത് വിറ്റാൽ എന്ത് നേട്ടമാണ് തനിക്കുണ്ടാകുന്ന? എന്ത് നേട്ടമാണ്? പുള്ളിക്ക് അദ്ദേഹത്തിനാണ് പൈസ കൊടുക്കുന്നത്. പകരം ഇയാൾക്കുള്ള നേട്ടം എന്താണ്? ഉപയോഗിക്കാൻ തരിക എന്നുള്ളതാണ്. പൈസ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ഈ ശരണേൽപ്പിക്കുകയാണ്. പകരം ലഹരി മാത്രമാണ് തരുന്നത്. ഇങ്ങനെ അഡിക്റ്റ് ആക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നോ? വിളിക്കും. എന്താ പറയുന്നത്? വേണമെന്ന് ചോദിക്കുന്ന ഉദ്ദേശിക്കുന്നത് വേറെ ക്ലയന്റിനെ കണ്ടെത്തി കൊടുക്കാൻ വേണ്ടിയാണ്. ആണ്. ആ സമയത്ത് ആണോ കുട്ടി ഇത് മറ്റു സുഹൃത്തുക്കൾക്ക് വേണമെന്ന് അന്വേഷണം നടത്തുന്നത്? ഈ പ്രദേശത്തുള്ള സ്കൂളുകളിലൊക്കെ ഉള്ള കുട്ടികളുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ ഒരു ലഹരി ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ടോ? ഉപയോഗിക്കുന്നുണ്ട്. എത്ര രൂപ വെച്ചാണ് ഇത് വിൽപ്പന നടത്തുന്നത്? പാക്കറ്റിന് വിൽപ്പന നടത്തുന്നത്. ഏകദേശം ഇപ്പൊ പോലീസിന്റെ ഒരു കണക്ക് പ്രകാരം 100 കണക്കിന് വിദ്യാർത്ഥികൾ 100-ന് മേലുണ്ടെന്നാ പറയുന്നത്. ഉണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നുണ്ട്. എത്രാം ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെയാണ്? 10th, +1, +2 ആണ് അല്ലെ? ചെറിയ കുട്ടികളില്ല. ഇവര് ഏതൊക്കെ ദിവസങ്ങളിൽ ഒന്നിടവിട്ട് വിളിക്കാറുണ്ടോ? എങ്ങനെയാ വിളിക്കുന്നത്? ശനി ഞായർ വിളിക്കാറുണ്ട്. രാത്രി കാലങ്ങളിലാണ്. ഇതെങ്ങനെ കൊണ്ട് ഏൽപ്പിക്കുന്നത്? എങ്ങനെയാ? അപ്പം എന്നിട്ട് താൻ ഫോൺ വിളിച്ച് അവരെ വരുത്തുവാണോ? എല്ലാം ഈ കാറ്റഗറിയിലുള്ള കുട്ടികളാ? പകരം ഇദ്ദേഹത്തിന് ലഹരി തരും. അത് മാത്രമാണ്. നിങ്ങളെ പോലത്തെ ഇപ്പൊ ഈയിടെയായിട്ട് നിങ്ങളെ പോലത്തെ കുട്ടികളെ കൂടുതൽ ക്യാരിയേഴ്സ് ആക്കുന്നുണ്ട് ഇവര്? ഉണ്ട്. ഒരുപാട് കുട്ടികളുണ്ടോ? അറിയാവുന്നവരുണ്ട്. അതൊക്കെ വിദ്യാർത്ഥികളാണോ? വിദ്യാർത്ഥികളാണ്. വിൽപ്പന നടത്തുന്നവരും ഉണ്ട് അല്ലേ? ഉണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പോലീസിന്റെ ഒരു പിടിയിലാകുന്നവരെയും ഇത് സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പം ആ ഒരു ആക്ടിവിറ്റിയിൽ ഇല്ല അല്ലേ? ഇല്ല. അപ്പം എത്ര കുട്ടികളെ അറിയാം ഇത്തരത്തില് ഈ ഡീലേഴ്സ് ആയിട്ടുള്ള? ഈ ഏരിയയിൽ തന്നെ ഉണ്ട്. ഉണ്ട്. അതായത് ഈ 100 കണക്കിന് ആളുകൾ, വിദ്യാർത്ഥികൾ ഇതിന്റെ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. ആണ്. സ്കൂളുകളിലാണല്ലോ ഇത്. സ്കൂൾ വിദ്യാർത്ഥികൾ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന. സ്കൂൾ ബാഗിലൊക്കെയാണ് അവർ കൊണ്ടുപോകുന്നത്. എന്താ അവസ്ഥ? സംശയിക്കാതിരിക്കാൻ എന്തൊക്കെയാ ചെയ്യുന്നത്? സ്കൂളിൽ കൊണ്ടുപോകാൻ പാടില്ല. നല്ല വിദ്യാർത്ഥികളാണ് ഇതിന്റെ ഉപയോഗം അല്ലെ? നിങ്ങളിത് കണ്ടുപിടിക്കാതിരിക്കാൻ എങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ? മകനെ ഏജന്റായി ഉപയോഗിക്കുന്നുവെന്ന് അമ്മയും സ്ഥിരീകരിക്കുന്നു. വിദ്യാർത്ഥിയുടെ ലഹരി വിൽപ്പനയും ഉപയോഗത്തെയും കുറിച്ച് പരാതി നൽകിയെന്നും അമ്മ തന്നെയാണ്. കുട്ടിയുടെ സൗഹൃദം
കുട്ടിയെ സൗഹൃദം നടിച്ച് ലഹരി വിൽപ്പനയ്ക്ക് ഉപയോഗിച്ച അയൽവാസിയെക്കുറിച്ചുള്ള വിവരം ഇവർ പോലീസിനും കൈമാറി. അമ്മയുടെ വാക്കുകൾ. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പോലീസിനടക്കം വിവരം നൽകിയ ഒരു രക്ഷകർത്താവാണ് നമ്മളോടൊപ്പം ഉള്ളത്. വീട്ടിലെ സാഹചര്യങ്ങൾ വളരെ മോശമായി തുടങ്ങിയതോടുകൂടിയാണ് മക്കളെ അടക്കം കുട്ടിയെ രക്ഷിക്കാൻ ഈ അമ്മ അത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നത്. എന്തായാലും ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഈ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ ആ അമ്മ നമ്മളോട് തുറന്നു പറയാനായി തയ്യാറായിരിക്കുകയാണ്. വലിയൊരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോയിരുന്നത് അല്ലേ? എന്തായിരുന്നു വീടിന്റെ ഒരു അവസ്ഥ? ഇതിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകൻ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വീട്ടിൽ അലമാരി ഒക്കെ ദേഷ്യം വരുമ്പോൾ തന്നെ കൊട്ടിക്കുന്നു, നമ്മളോട് ദേഷ്യപ്പെടുന്നു, വയലൻ്റായിട്ട് നടക്കുന്നു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഈ ഒരു സ്വഭാവമല്ലായിരുന്നു. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണെന്ന് മനസ്സിലായി. പിന്നെ ഇവിടെ കുട്ടികൾ അവൻ്റെ കൂട്ടുകാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. അവരൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം ഏകദേശം ആ ഒരു മോഡലിലുള്ള പിള്ളേരൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ശരിയാകത്തില്ല. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ പോലീസിനെ വിവരം അറിയിച്ച് അവർ വന്ന് ധാരാളം കൊടുക്കുന്നത് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഒത്തിരി പിള്ളേരുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എല്ലാവരെയും നേരിട്ട് കൊണ്ടുവരണം. വിദ്യാർത്ഥികളാണ് കൂടുതലും വരുന്നത്. വിദ്യാർത്ഥികൾ തന്നെയാണ് വരുന്നത്. വിദ്യാർത്ഥികളെയാണ് ഇവർക്ക് അരവസൈഡ് ഉപയോഗിക്കുന്നത് അല്ലേ? അവരാണ് ഇവിടെ ഈ വീട്ടിൽ തന്നെ ഒരുപാട് പേര് വന്ന് റോട്ടിൽ നിന്ന് ഇവരെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. രാത്രി സ്കൂൾ കുട്ടികൾ രാത്രി താമസിച്ചാണ് വീട്ടിൽ വന്നത്. ചോദിക്കുമ്പോൾ കൂട്ടുകാരുടെ കൂടെ പോകുമെന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞാലൊന്നും അനുസരിക്കില്ല. ഭയങ്കര ദേഷ്യമായിരുന്നു. ഇവിടെ ഈ കുട്ടികളെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇങ്ങനെ ഈ പരിസരം കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു അല്ലേ? ഉണ്ട്. ഇവിടെ കൂടുതലും പേർക്ക് ഉണ്ട്. അവര് ഏത് വിധേനയാണെങ്കിലും അവരത് എത്തിച്ചു കൊടുക്കും. അങ്ങനെയാണ് മകനെ അങ്ങനെ ട്രാപ്പ് ചെയ്ത് ഒരു സാഹചര്യത്തിലേക്ക് ആണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി തുടങ്ങിയത് എപ്പോഴാണ്? ഒരു ദിവസം അവന്റെ ഫോണിലേക്ക് ഒരു കോള് വന്ന്. അപ്പൊ ഞാൻ എടുത്തപ്പോ ഈ പറഞ്ഞ ഈ അറസ്റ്റ് ചെയ്തത് ആയിരുന്നു. ഞാൻ ചോദിച്ചു ഇവരോടും ഒത്തിരി പ്രായമുള്ള ചെറുക്കനെ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒന്നുമില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഒരു ദിവസം ഞാൻ ആ ഫോണിലെ റെക്കോർഡ് കേട്ടപ്പോ എനിക്കത് മനസ്സിലായി. ഈ ചെറുക്കനാണ് ഇത് കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ദിവസം പുറത്ത് വെച്ച് ചെറുക്കനെ കണ്ടപ്പോ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവനൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പിന്നെ ഒരു ദിവസം അവന്റെ കൂടെ ഇവൻ ബൈക്കിന് പോകുന്നത് ഞാൻ കണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി അവൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളോടൊപ്പം തന്നെ ഒരുപാട് രക്ഷകർത്താക്കളും ഇപ്പൊ പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലേ? ബന്ധപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ചെന്നിട്ടുണ്ട്. എന്നൊരു മീറ്റിംഗ് പോലെ നടത്തിയെന്നാണ് പറഞ്ഞത്. അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് അല്ലേ ഈ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ ഭീഷണിയായി മാറുന്നുണ്ടല്ലേ? ഇപ്പോ ഇത് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഇവനും ഭീഷണി വരുന്നുണ്ട്. ഇവനെ ആക്രമിക്കുമെന്നും കുത്തുമെന്നും പേര് പറഞ്ഞു കൊടുത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമെന്നും ഇവരും ഭീഷണിയുണ്ട്. അച്ഛനില്ലാതെ രണ്ട് കുട്ടികളെ വളർത്തിയ അമ്മയാണ് അല്ലേ? ശരിക്കും പറഞ്ഞാല് നമ്മളുടെ ഒരു വീടിന്റെ സാഹചര്യങ്ങളൊക്കെ ഇവര് നിരീക്ഷിക്കുന്നുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അത് തന്നെ ഇവര് ചൂഷണം ചെയ്യാറ്. ആരും ഇല്ലല്ല ചോദിക്കാനും പറയാനും. ആ ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ മരിച്ചുപോയിട്ട് എത്ര വർഷമായി? ഇപ്പൊ 10 വർഷമാണ്. ശരിക്കും വീടിന്റെ ഒരു സമാധാന അന്തരീക്ഷത്തിൽ തകർത്തു. ശരിക്കും തകർന്നിരിക്കുകയാണ്. ഇപ്പോഴാണ് ഏകദേശം ഒരു ഇച്ചിരി ഇതായിട്ട് വരുന്നത്. കൂട്ടുകെട്ട് ഒക്കെ മോശമായിരുന്നു. അപ്പൊ ഏകദേശം അവനത് മനസ്സിലായി. പഠനത്തെയൊക്കെ പഠിച്ചു തുടങ്ങി. കുഴപ്പമില്ല. ഇപ്പൊ ശാന്തമായിട്ട് തന്നെയാണ് പോണത്. വീട്ടിലുണ്ടാവും. പുറത്തേക്കൊന്നും പോകാറില്ല. ആ രീതിക്കാ പോണത്. ആ ഉപയോഗം നിർത്തിയപ്പോ അവൻ അത് ശാന്തമായിട്ട് തന്നെ പോകണം. ഈ വ്യക്തിയോട് സംസാരിച്ച പ്രതികരണം എന്തായിരുന്നു? അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയല്ല, ഞാനൊരു എൻ്റെ അനിയനെ പോലെയാണ് കാണുന്നത് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ അല്ല, അവന്റെ ഫോൺ സംസാരം റെക്കോർഡിങ് ഞാൻ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. വടക്കൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് വ്യാപകമായ റെയ്ഡാണ് നടത്തിയിട്ടുള്ളത്. ധാരാളം വിദ്യാർത്ഥികൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് തോന്നിയൊരു കുടുംബമാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. അവരെ ഇതുപോലെ മകനെ ട്രാപ്പ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ആ കുട്ടി ഉൾപ്പെടെ നമ്മളോട് പറയുന്നത്. സൗഹൃദം നടിക്കുന്നു, പിന്നീട് ഇത് വെറുതെ നൽകി അഡിക്റ്റ് ആക്കിയതിനു ശേഷമാണ് ഇവരെ കൊണ്ട് വിൽപ്പന നടക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ വിദ്യാർത്ഥി നമ്മളോട് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. യെസ്, അതായത് തൻ്റെ മകൻ
ലഹരി മാഫിയയുടെ വലയിൽ പെട്ടുപോയി എന്നൊരു അമ്മയെ തുറന്നു പറയുകയാണ്. ആ അമ്മയ്ക്ക് അത് പറയേണ്ടി വരുന്ന സാഹചര്യം അത് സമൂഹത്തിനെതിരായ ഒരു സന്ദേശം കൂടിയാണ്, ഒപ്പം തൻ്റെ മകനെ തിരുത്തുക എന്നതും കൂടിയാണ് അമ്മയുടെ ലക്ഷ്യം. ശരണ്യ സ്നേഹജൻ തന്നെ നമുക്കൊപ്പമുണ്ട്. ശരണ്യ, സംസ്ഥാന സർക്കാർ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷം, മാധ്യമങ്ങൾ, നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ, ഇവരൊക്കെ ലഹരിക്കെതിരായ പോരാട്ടമാണ് നമ്മൾ പല രീതിയിലും നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരം വാർത്തകൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. പക്ഷേ ഈ ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഡീഹണ്ട് പ്രോഗ്രാമും അടക്കം പല പദ്ധതികൾ ഉണ്ടായിട്ട് കൂടിയും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയയുടെ ഇടപെടലുകൾ ഇപ്പോഴുമുണ്ട് എന്നതാണല്ലോ. ഇത് ആലപ്പുഴയുടെ ഒരു ചിത്രമായിരിക്കാം. ഒരുപക്ഷേ പോലീസിൻ്റെ കണക്കുകളിൽ ഇനിയും പുറത്തു വരാത്തതായ നിരവധി ഇടങ്ങളിൽ ഇത്തരം നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. എന്താണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം പോലീസിൻ്റെ അധികൃതരുടെ ഇടപെടലുകൾ? ഇക്കാര്യങ്ങളിൽ ഒരു തിരുത്തൽ ആ മേഖലകളിൽ ഉണ്ടാകുമോ? സജിത്തെ, വളരെ ദൗർഭാഗ്യകരമാണ് സാഹചര്യങ്ങൾ എന്ന് പറയുന്നതാണ് നല്ലത്. കാരണം നമുക്കറിയാം, ലഹരി വലിയ തോതിൽ സമൂഹത്തിൽ പിടിമുറുക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് സർക്കാർ ഓപ്പറേഷൻ ഡീഹണ്ട് അടക്കമുള്ള ഒരു ലഹരി വേട്ടയ്ക്കായി അത്തരത്തിൽ ലഹരി വിൽപ്പന നടത്തുന്ന ആളുകളെ കണ്ടെത്തി ഇവരെ പിടിക്കുന്നതിനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. സർക്കാർ അതിൽ വലിയ ഇനിഷ്യേറ്റീവ് എടുക്കുകയും ചെയ്തു. പക്ഷേ ഒരു വഴി കണ്ടെത്തുമ്പോൾ മറ്റൊരു വഴി തുറന്ന് ലഹരി മാഫിയ മുന്നോട്ട് പോകുന്ന രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്കറിയാം, കഞ്ചാവാണെങ്കിൽ തന്നെ ഒരു നിശ്ചിത ക്വാണ്ടിറ്റി ഉണ്ട്. ആ ക്വാണ്ടിറ്റി പിടിച്ചാൽ മാത്രമേ മുതിർന്ന ആളുകൾ ഈ കഞ്ചാവ് വിൽപ്പന നടത്തിയാൽ അവർക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു റിമാൻഡ് അടക്കമുള്ള കർശനമായ നടപടികളിലേക്ക് പോകാൻ കഴിയും. അല്ലാത്ത പക്ഷം ഇവര് സ്റ്റേഷൻ ജാമ്യത്തിൽ ഉൾപ്പെടെ പലരും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്, ജാമ്യം കിട്ടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവർ ഈ ഒരു ലാർജ് ക്വാണ്ടിറ്റി സാധനം കയ്യിൽ കൊണ്ട് നടക്കുന്നതിനേക്കാൾ വളരെ സേഫായി അവർക്ക് കുട്ടികളെ ഉപയോഗിച്ച് ഇത് വിൽപ്പന നടത്താം എന്നുള്ളതിൻ്റെ ഒരു ദുരന്തമാണ് നമുക്ക് മുന്നിലേക്ക് വന്ന ആ കുട്ടിയും അമ്മയും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വിവരം ലഭിക്കുന്നത് ജില്ലയുടെ വടക്കൻ മേഖല കേന്ദ്രീകരിച്ച സ്കൂളുകളിൽ വ്യാപകമായി കഞ്ചാവ് ഉപയോഗം കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. വടക്കൻ മേഖലയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ കൂട്ടത്തോടെ രക്ഷകർത്താക്കളെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അവർക്ക് ഇത്തരത്തിൽ കൗൺസിലിംഗ് അടക്കം, കാരണം എല്ലാ കുട്ടികളും 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. അപ്പോൾ ഇവർക്ക് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനകത്ത് ഒരു അന്വേഷണം നടത്തുന്നത്. ഈ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ തന്നെ സ്റ്റേഷന്റെ പുറത്ത് തന്നെ ഒരു കൂട്ടം രക്ഷകർത്താക്കളെ നമ്മൾ കണ്ടു എന്നുള്ളതാണ്. പലരും തകർന്നടിഞ്ഞ അവസ്ഥയിലായിരുന്നു. കാരണം ആരും മക്കൾ ഇത് ഉപയോഗിക്കുമെന്നുള്ള കാര്യം പൊതുസമൂഹത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിനപ്പുറം ഒരു രക്ഷകർത്താവും അത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് ചുറ്റും ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിതൊന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം, സ്വന്തം മക്കളിലുള്ള ഒരു ആത്മവിശ്വാസം ഒക്കെ വെച്ചാണ് ഓരോ രക്ഷകർത്താക്കളും പോകുന്നത്. അവിടെ അകത്തേക്ക് വിളിച്ച് പോലീസുകാരെ ഈ മക്കൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഘട്ടത്തിൽ പല രക്ഷകർത്താക്കളും അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ള നിലപാടിൽ അവർ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. പക്ഷേ കുട്ടികളെയും മക്കളെയും ഒരുമിച്ചിരുത്തി സംസാരിപ്പിച്ചപ്പോൾ പോലീസ് അവർക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ തേടിയപ്പോൾ അത് പോലീസ് വിശദീകരിച്ചപ്പോൾ കുട്ടികൾ ഇത് നിഷേധിച്ചില്ല എന്നുള്ളതാണ്. അവര് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി ബോധരഹിതയായി വീണ അമ്മമാരെ ഉൾപ്പെടെ നമ്മൾ അവിടെ കണ്ടു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ ഓപ്പറേഷൻ ഡീഹണ്ടിന്റെ ഭാഗമായി ഈ ലാർജ് ക്വാണ്ടിറ്റി മയക്കുമരുന്നുകളാണെങ്കിലും കഞ്ചാവ് പോലുള്ള ലഹരി പദാർത്ഥങ്ങളാണെങ്കിലും ഇത് കൊണ്ടുപോകുന്നത് ഇവർക്കൊരു ശ്രമകരമായ ദൗത്യമായി മാറിയപ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ കാരിയേഴ്സിന് കിട്ടാവുന്ന, അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ വിറ്റ് കുട്ടികളെ കബളിപ്പിച്ചിട്ടാണെങ്കിലും വിറ്റ് അവർക്കിടയിൽ നിന്ന് വലിയ തുക കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റായി ഇപ്പോൾ ഈ സ്കൂളുകൾ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് നടക്കുന്നുണ്ട് എന്നതിന്റെ പ്രകടമായ പ്രത്യക്ഷത്തിലുള്ള വെളിപ്പെടുത്തലാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. അതായത് ചെറിയ ചെറിയ പാക്കറ്റുകളായി ഈ സാധനങ്ങൾ കുട്ടികളെ ഇവർ ഫോൺ വിളിച്ച് പറയുമ്പോൾ അവർ എത്തിക്കും. ഒപ്പം തന്നെ ആ സ്പോട്ടിൽ ഇവർ കൊണ്ടുവച്ചിട്ട് പോകത്തുള്ളൂ, ഡയറക്റ്റ് പോലും കോണ്ടാക്ട് ഇല്ല, കൊണ്ടുവച്ചിട്ട് പോകും. അവിടുന്ന് ഈ കുട്ടിയാണ് പിന്നെ ഈ ഹൈ റിസ്ക് എടുത്തിട്ട് ഈ സാധനം കൊടുക്കുന്നത്, വിൽക്കുന്നത്, പണം വാങ്ങുന്നത് എല്ലാം, എടുക്കുന്നത് എല്ലാം ഈ കുട്ടികളാണ് എന്നുള്ളതാണ്. ആദ്യം ഈ കുട്ടിയെ, നമ്മൾ കണ്ട കുട്ടിയെ വളരെ കഷ്ടപ്പെട്ടാണ് അമ്മ വളർത്തുന്നത്. ഞാൻ ആ വീട്ടിലേക്ക് കയറി, നമ്മൾ ആ വീടിന്റെ ചിത്രങ്ങളും കാര്യങ്ങളും ഒന്നും പുറത്തേക്ക് വിടുന്നില്ല. കാരണം അതിന്റെ ഒരു ഐഡന്റിറ്റി ഏതാണെന്ന് പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ്. വീടിന്റെ അലമാരകളെല്ലാം അടിച്ച് തകർത്ത് വെച്ചിട്ടുണ്ട്, ഗ്ലാസ് എല്ലാം പൊട്ടിയിരിക്കുകയാണ്, ഉപകരണങ്ങളെല്ലാം തകർന്നിരിക്കുകയാണ്. ഒരമ്മ കഷ്ടപ്പെട്ട് വളർത്തുന്ന മകനാണ്, 2 കുട്ടി, അച്ഛൻ പോലും ഇല്ല അവർക്ക്. അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ ശരണ്യ ഒന്ന് തുടരുക. രമേശ് ചെന്നിത്തല ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രമേശ് ചെന്നിത്തല, താങ്കൾ കഴിഞ്ഞ ദിവസമാണ് ലഹരിക്കെതിരെ നിലപാടെടുത്തുകൊണ്ട് ഒരു വലിയ
പ്രക്ഷോഭ പരിപാടിക്ക് തുടക്കമിട്ടത്. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു റാലിയൊക്കെ താങ്കൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഇന്ന് ആലപ്പുഴ ജില്ല, താങ്കളുടെ നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെയുള്ളൊരു വാർത്തയാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു സ്കൂൾ കുട്ടി ലഹരിക്ക് വേണ്ടി കഞ്ചാവിൻ്റെ കാരിയറാണ് എന്ന കാര്യം അമ്മ തുറന്നു പറയുകയാണ്. കുട്ടിയുടെയും പ്രതികരണമുണ്ട്. അതായത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി ഇങ്ങനെ ലഹരി മാഫിയയുടെ ഇടപെടലുകൾ നടക്കുകയാണ്. സർക്കാരിൻ്റെ പല ക്യാമ്പയിനുകളുമുണ്ട്, പക്ഷേ അതൊന്നും ഫലം കാണുന്നില്ല എന്ന് വേണം ഇപ്പോഴുമുള്ള ഈ വെളിപ്പെടുത്തലുകൾ തെളിയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്യാമ്പയിൻ ഇതിനകത്ത് പോലീസ് വളരെ ശക്തമായ നടപടിയെടുക്കണം. സ്കൂളുകൾ കേന്ദ്രീകരിച്ചും കോളേജുകൾ കേന്ദ്രീകരിച്ചും വൻതോതിൽ നമ്മുടെ ലഹരി മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഉറവിടം കണ്ടെത്തി ഇല്ലാതാക്കുക എന്നുള്ളത് പോലീസിനും സ്പെഷ്യൽ ബ്രാഞ്ചിനും ഒക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അത് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളുടെ സ്കൂളുകളിലും കുട്ടികളെ തെരഞ്ഞെടുത്ത് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഗവൺമെന്റാണ് കൂടുതൽ കാര്യങ്ങൾ ഇത് ചെയ്യണം, പ്രത്യേകിച്ച് പോലീസാണ്. നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്നത് ബോധവൽക്കരണമാണ്. അപ്പൊ ബോധവൽക്കരണ നടപടിയോടൊപ്പം പോലീസിന്റെ കരുത്തുള്ള ആക്ഷൻ ഉണ്ടായാൽ മാത്രമേ ഈ ആളുകളെ കണ്ടെത്താൻ കഴിയൂ, ഈ കാരിയേഴ്സിനെ കണ്ടെത്താൻ കഴിയൂ. കാരിയേഴ്സ് മാത്രമല്ല, ഇതിന്റെ ഉറവിടം എവിടെയാണ് അതാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പോലീസ് ആ കാര്യത്തിൽ, സ്പെഷ്യൽ ബ്രാഞ്ച് ആ കാര്യത്തിൽ വളരെ ശക്തമായി പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ ഈ പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ. ഈ അമ്മയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. ഏതായാലും അവർ തുറന്നു പറഞ്ഞത് നന്നായി. ഇത് ഈ കുട്ടി ആർക്കൊക്കെ ഇത് കൊടുക്കുന്നു എന്നുള്ളത് കൂടി കണ്ടെത്തി ഇത് അതിന്റെ വേറെ അറക്കാൻ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. താങ്കൾ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഈ ലഹരിക്കെതിരായ ക്യാമ്പയിനുകൾ ജനറലി നമ്മൾ പല യോഗങ്ങളും സ്കൂളുകളിലെ ക്യാമ്പയിനുകളും ബോധവൽക്കരണവുമായി ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ അതിനുമപ്പുറം യഥാർത്ഥത്തിൽ ഇത് എത്തേണ്ടത് പോലീസിൻ്റെ, നമ്മുടെ ഫോഴ്സിൻ്റെ ഇടപെടൽ തന്നെയാണ്. അതാണ് ഏറ്റവും പ്രധാനം, അല്ലേ? അങ്ങനെ തോന്നുന്നു, അല്ലേ? അതെ, അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? സ്പെഷ്യൽ ബ്രാഞ്ച് എന്തിനാണ്? ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ജോലി എന്താണ്? ഇത്തരം അനധികൃതമായി ഈ ഡ്രഗ് വിൽക്കുന്ന ആളുകളെ കണ്ടെത്തുകയും അവരെ പോലീസ് റിപ്പോർട്ട് ചെയ്ത് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്യാനുള്ളതല്ലേ അവർ ചെയ്യേണ്ടത്. അപ്പൊ അവരൊക്കെ ഒരു അലസത ഈ കാര്യത്തിൽ കാണിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ചില സ്ഥലങ്ങളിൽ പോലീസും ഈ ഈ ഡ്രഗ് മാഫിയയുമായി കൈകോർത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട്. അവിടെ അതിന്റെ എല്ലാം അടിസ്ഥാനം സാമ്പത്തികമാണ്. അപ്പൊ അങ്ങനെ വരുന്ന നടപടികൾ ഫലപ്രദമായി നേരിടേണ്ടത് സ്പെഷ്യൽ ബ്രാഞ്ചാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് കണ്ടെത്തി പോലീസിനെ അറിയിച്ച് പോലീസിലൂടെ ഇത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഒരു കാര്യം കൂടി, തിരക്കിലാണെന്നറിയാം, ഒരു കാര്യം കൂടി. സംസ്ഥാനത്തെ ഒരു വലിയ മുന്നണിയെ നയിക്കുന്ന വ്യക്തി കൂടിയാണ് താങ്കൾ. അതായത് വരാനിരിക്കുന്ന നമുക്ക് രണ്ട് തെരഞ്ഞെടുപ്പുകളാണ്. പലപ്പോഴും നമ്മുടെ ഈ പ്രകടന പത്രിക, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടന പത്രികയിൽ അത്ര കണ്ടൊന്നും ഉൾപ്പെടാത്ത വിഷയമാണ് ലഹരി വിരുദ്ധ പോരാട്ടം. ഇനിയുള്ള കാലത്ത് താങ്കൾ ഉൾപ്പെടുന്ന UDF അടക്കമുള്ള മുന്നണി ലഹരി വിരുദ്ധ പോരാട്ടം ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി ഈ പ്രകടന പത്രികയിൽ ഇത് ഉൾപ്പെടുത്തുമോ? ആ ഒരു ധൈര്യം കാട്ടി UDF മാത്രമല്ല, കേരളം ഒരു പ്രധാന അജണ്ടയായി ഏറ്റെടുക്കേണ്ട കാര്യമാണ്. ഇതൊരു കൊളംബിയ ആകാൻ പാടില്ല, പഞ്ചാബ് ആകാൻ പാടില്ല. നമ്മുടെ വരും തലമുറകളെ നാശത്തിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ അതിനെ തടയാനുള്ള നടപടികൾക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക. അതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഗവൺമെന്റ് ശക്തമായ ഇടപെടൽ നടത്തണം, എന്നാലേ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് വരണം. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഈ കാര്യങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ചേർന്ന് ഇതിനെ നിയന്ത്രിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. വളരെ നന്ദി രമേശ് ചെന്നിത്തല തിരക്കിനിടയിൽ പ്രതികരിച്ചതിന്. എന്തായാലും സംസ്ഥാനം ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്. നമ്മുടെ സ്വാതന്ത്ര്യം എന്നത് എല്ലാ അർത്ഥത്തിലും ഉണ്ടാവേണ്ടതാണ്. ലഹരിയിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം കൂടിയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ആ ഓർമ്മപ്പെടുത്തൽ കൂടി ഇന്നത്തെ ദിവസം ഉണ്ടാവണം. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഈ വാർത്തയ്ക്കും പ്രസക്തിയേറെയാണ്. നമുക്ക് പ്രഖ്യാപനങ്ങളും നീക്കങ്ങളും ഒന്നുമല്ല വേണ്ട. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം ഒന്നിച്ചു നിൽക്കണം. അതിന് നമ്മുടെ സംവിധാനങ്ങളുടെ ഇടപെടൽ ഉണ്ടാവണം, പൊതുസമൂഹത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവണം. ബന്ധപ്പെട്ട എല്ലാവരും ആ തരത്തിൽ ഇടപെട്ടാൽ മാത്രമേ ഇത്തരം ഇനിയുമുള്ള തുറന്നുപറച്ചിലുകളും നിരീക്ഷണങ്ങളും നമുക്ക് ശക്തമാക്കാൻ കഴിയുള്ളൂ. ഫിലിപ്പ് മമ്പാട്, ലഹരി വിരുദ്ധ പ്രവർത്തകൻ, നമുക്കൊപ്പമുണ്ട്. ശ്രീ ഫിലിപ്പ് മമ്പാട്, ഒരുപക്ഷേ താങ്കൾക്ക് നേരിട്ട് ബോധ്യമുള്ള മേഖലയാവാം നമ്മളിപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ. കാരണം രമേശ് ചെന്നിത്തലയൊക്കെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ബോധവൽക്കരണത്തിനപ്പുറം നമ്മുടെ ഫോഴ്സിൻ്റെ ഇടപെടൽ, നിരീക്ഷണം ആ മേഖലയിൽ ഉണ്ടായാലേ മാത്രമേ ഇതിൻ്റെ കണ്ണി മുറിക്കാൻ കഴിയുള്ളൂ, ഇതിൻ്റെ സോഴ്സ് മുറിക്കാൻ കഴിയുള്ളൂ. ആരാണ് കുട്ടികളിലേക്ക് ഈ ലഹരി കൊണ്ടുവന്ന് കൊടുക്കുന്നത്? ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു മാഫിയ ഉണ്ടാവുമല്ലോ. പലപ്പോഴും നമുക്ക് അവിടേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നത് തന്നെയല്ലേ വെല്ലുവിളി?
സൈത്തെ സത്യമാണ് ചോദ്യം. കുട്ടികളെ ഇതിന്റെ കാരിയറാക്കി കഴിഞ്ഞാൽ നിയമത്തിന്റെ പഴുതുകളിലൂടെ ഒരു പരിധി വരെ ഈ ചോദ്യം ചെയ്യപ്പെടലുകളും അതിന്റെ അന്വേഷണങ്ങളും ഒക്കെ പാതി വഴിയിൽ വഴിമുട്ടുന്ന ഒരു സമ്പ്രദായം മുൻകാലങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു കലാലയത്തിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയിൽ ഉണ്ടാകുന്ന ചില പെരുമാറ്റ ദൂഷ്യങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ഉപയോഗങ്ങളൊക്കെ ഒരുപക്ഷെ രഹസ്യമായി പല ഇൻസ്റ്റിറ്റ്യൂഷനും പല കലാലയങ്ങളും അത് മൂടി വെക്കുന്ന പ്രവണത കാലാകാലം കണ്ടുവരുന്നുണ്ട്. അതൊരു സ്ഥാപനത്തിന്റെ പേര് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആദ്യം കൂടെ അതിന്റെ പിന്നിലുണ്ട്. പിന്നെ മാത്രമല്ല നിയമം ഇത്തരം സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് വിക്രയം ചെയ്തതിന് ഒരു പരിധിവരെ നമ്മൾ നിയമത്തിന് അപര്യാപ്തതയുണ്ട്. അത് നമുക്ക് പൊതുവായി എനിക്കും കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാക്കും, പ്രേക്ഷകർക്കും അറിയുന്നതാണ്. പക്ഷെ ഇവിടെ എല്ലാം നമ്മുടെ ഓരോ കുഞ്ഞിലെയും അവന്റെ സ്കൂളിലേക്കുള്ള പോക്കും വരവും അവന്റെ കൂട്ടുകെട്ടുകളും അതിനകത്ത് നിരീക്ഷണം നടത്തിയാൽ ഏകദേശം ഒരു ഇതിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ കുട്ടികളുടെ ഈ ഒരു നടപടികളെ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട് ലെവലുള്ള ആളുകളാണ് മാതാപിതാക്കൾ, ഒരു അധ്യാപകര്, ഇവര്. പക്ഷെ പലപ്പോഴും നമ്മളിത് അറിയുന്നതൊക്കെ ഏകദേശമൊക്കെ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥം ഉപയോഗിച്ചതിന് ഏകദേശം ഒരു പിന്നിട്ട് വഴി നമ്മൾ തിരിച്ചറിയുന്നത്. ഇപ്പം പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു പോലീസിന്റെ ഒരു നിഷ്ക്രിയത്വം ഇതിനകത്ത് ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ കേട്ടു. പാടെ അല്ലെങ്കിൽ മൂടിക്കളയല്ല. എന്നിരുന്നാലും പോലീസൊക്കെ ഒരുപാട് മുൻപോട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. കാരണം നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ഡെഡിക്കേറ്റഡ് ആയ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഓൾമോസ്റ്റ് എല്ലാ ഇടങ്ങളിലും ഉള്ളത്. പക്ഷെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. എങ്കിൽ പോലും ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ യോദ്ധാവ് പോലീസിന്റെ ക്യാമ്പയിനാണ്. യോദ്ധാവ് നല്ല രീതിയിൽ അത് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡീഹണ്ട്, ഓപ്പറേഷൻ ഡീഹണ്ട് ഒക്കെ ഒരുപാട് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് പിടികൂടുന്നുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ പോക്കിലേക്ക് പോലീസ് ദൈനംദിന ഡ്യൂട്ടിക്ക് പുറമെ ഒരുപാട് ഇത്തരം കുറ്റകൃത്യങ്ങൾ പിടികൂടുന്നതിനൊക്കെ സർക്കാരിന്റെ പല സർക്കുലറുകളും പിന്നെ അതുപോലെ തന്നെ മുകളിൽ നിന്ന് വരുന്ന പല സർക്കിൾ പ്രകാരവും ഒക്കെ ദൈനംദിന ഡ്യൂട്ടിക്ക് പുറമെയും ഇത്തരം കാര്യങ്ങൾ ഇടപെടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പ്രേക്ഷകരോടും എല്ലാവരോടും ചോദിക്കുകയാണ്. ഈ ലഹരി പദാർത്ഥങ്ങൾ പിടികൂടുന്നതിൽ ഈ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കഴിവുള്ള പോലീസ് ഒരു വിങ്ങാണ് കേരള പോലീസ്. അത് ഒരിക്കലും നമുക്കില്ലെന്ന് പറയാം. ഫിലിപ്പ് മമ്പാട്, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ സംസ്ഥാന എക്സൈസ് മന്ത്രി എം ബി രാജേഷ് തന്നെ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ എം ബി രാജേഷ്, സ്വാഗതം. താങ്കൾ ഒരു ലഹരി വിരുദ്ധ പോരാട്ടം നടത്തുന്ന വ്യക്തി കൂടിയാണ്, നമുക്കറിയാം. സർക്കാരിന് പൊതുവായ ക്യാമ്പയിനുണ്ട്. നമുക്കിപ്പോൾ ഒരു വലിയ മിഷനായി ഏറ്റെടുക്കാൻ കേരളത്തിന് പൊതുവിൽ കഴിഞ്ഞിട്ടുമുണ്ട്. ഇന്ന് പക്ഷേ ഞങ്ങൾ ആലപ്പുഴയിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു അമ്മ തൻ്റെ മകൻ കഞ്ചാവ് മാഫിയയുടെ കാരിയർ ആയിരുന്നു എന്ന കാര്യം തുറന്നു പറയുകയാണ്. ആ മകൻ്റെ പ്രതികരണമാണ്, ഞാൻ അതിൽ വന്ന് പെട്ടുപോയതാണെന്ന് പറയുന്നു. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. നമുക്ക് പക്ഷേ ബോധ്യപ്പെടുന്ന ഒരു കാര്യം, നമ്മൾ ഈ ക്യാമ്പയിനുകളൊക്കെ ഇങ്ങനെ പോകുമ്പോഴും സ്കൂളുകൾ ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഇടമാണ് ഈ ലഹരി മാഫിയയുടെ, കഞ്ചാവ് അടക്കമുള്ള മറ്റു കാര്യങ്ങളും ഉണ്ടാവാം. നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുന്നില്ലേ ആ ഇടങ്ങളിലേക്ക്? ആദ്യമായി ന്യൂസ് 18 ഇങ്ങനെ ഒരു അന്വേഷണാത്മകമായിട്ടുള്ള റിപ്പോർട്ടിലൂടെ ഈ കാര്യം പുറത്തു കൊണ്ടുവന്നതിന് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ ജാഗ്രത എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. മാധ്യമങ്ങളുടെ, അതുപോലെ സമൂഹത്തിലെ എല്ലാ തുറകളിലും പെട്ടവരുടെ ഭാഗത്തു നിന്ന് ജാഗ്രത ഉണ്ടാവണം. എക്സൈസും പോലീസും സർക്കാരും സ്വീകരിക്കുന്ന നടപടികളോടൊപ്പം തന്നെ ഈ ജാഗ്രതയും ഉണ്ടാവണം. അതിനെ സഹായിക്കും. എക്സൈസിന്റെയും പോലീസിന്റെയും ഇടപെടലുകളെ സഹായിക്കുന്നതാണ് ഇപ്പോൾ നടത്തിയതുപോലുള്ള ഇടപെടലുകൾ. ഞാൻ ആ അമ്മയെയും അഭിനന്ദിക്കുകയാണ്. കാരണം അത് തുറന്നു പറയാൻ ഇതുപോലെ രക്ഷിതാക്കൾ മുന്നോട്ട് വരണം. പലപ്പോഴും നമ്മൾ കാണുക അത് മറച്ചു വെക്കാനോ മൂടി വെക്കാനോ ഒക്കെയുള്ള ശ്രമങ്ങളാണ്. പിന്നെ ചോദിച്ചതുപോലെ തീർച്ചയായിട്ടും നമ്മുടെ ശ്രമങ്ങൾ അതീവ ജാഗ്രതയോടെ തുടരണം. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ തുടരണമെന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. നമ്മള് മയക്കുമരുന്ന് എന്ന മാരകമായ സാമൂഹിക വിപത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നല്ല മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ വേരുകൾ മുഴുവൻ പിഴുതെറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വസ്തുതയാണ്. നിങ്ങളുടെ തന്നെ റിപ്പോർട്ടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഓപ്പറേഷൻ ഡീഹണ്ടും ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റും പോലീസിന്റെ എക്സൈസിന്റെയും പ്രത്യേക ഓപ്പറേഷനുകൾ ആരംഭിച്ചപ്പോൾ ഇവര് രീതി മാറ്റിയിട്ടുണ്ട് എന്നതാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പൊ വലിയ അളവിലൊക്കെ കൊണ്ടുവരുമ്പോൾ പിടികൂടപ്പെടുന്നു എന്നത് വന്നപ്പോൾ, വ്യാപകമായി പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത്തരമൊരു മാർഗം അവലംബിച്ചിട്ടുള്ളത് എന്ന് കാണുന്നു. തീർച്ചയായിട്ടും അവർ രീതി മാറ്റുമ്പോൾ എക്സൈസും പോലീസും അവരുടെ രീതിയും മാറ്റും. ഇപ്പൊ വലിയ തോതിൽ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അറസ്റ്റ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വലിയ മാറ്റം ഡീഹണ്ടിന്റെയും ക്ലീൻ സ്ലേറ്റിന്റെയും ഭാഗമായിട്ട്, രണ്ട് ഓപ്പറേഷനുകളുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് കൂടുതൽ ജാഗ്രതയോടുകൂടി തന്നെ പ്രവർത്തനം തുടരും. ഇങ്ങനെ കിട്ടുന്ന എല്ലാ വിവരങ്ങളെയും വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ എടുക്കുന്നത്, ഏജൻസികളും എടുക്കുന്നത്. ആളുകൾക്ക് വിവരം നൽകാനുള്ള വാട്സാപ്പ് നമ്പറും
നമ്മളിപ്പോൾ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിലൂടെ ധാരാളം വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അത് എൻഫോഴ്സ്മെന്റിനെ അറസ്റ്റിലേക്കും കേസിലേക്കൊക്കെ നയിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ കണ്ടെത്തലും വളരെ ഗൗരവത്തോടു കൂടി തന്നെ സർക്കാർ എടുക്കും. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, അതായത് ഈ കുട്ടികളെ കാരിയർ ആക്കുക എന്നത് ഒരു പുതിയ കാല ചിന്തയാണോ? ഈ ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തേടുക എന്ന ലഹരി മാഫിയയുടെ ഒരു പതിവ് സ്വഭാവമാണോ ഈ കുട്ടികളിലേക്കൊക്കെ ഇത് കൂടുതലായി ഇതിനെ ഒരു സാധ്യതയായി ഉപയോഗിക്കാനുള്ള കാരണം? അങ്ങനെ എക്സൈസിന് എന്തെങ്കിലും റിപ്പോർട്ടുകൾ, കണ്ടെത്തലുകൾ, വിലയിരുത്തലുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ സ്കൂൾ പരിസരങ്ങളിൽ അതുകൊണ്ട് തന്നെ നിരീക്ഷണം കർശനാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ 2-3 നടപടികൾ സ്വീകരിച്ചത് കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്ന തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, സ്കൂൾ പരിസരങ്ങളിൽ നിരീക്ഷണം കർശനമാക്കി, മത്തിയിലുള്ള നിരീക്ഷണമുണ്ട്. പിന്നെ സംശയിക്കുന്നവരുടെ പട്ടിക നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് ഡേറ്റാ ബാങ്ക് തയ്യാറാക്കിയിട്ടുണ്ട്. പ്രതികളുടെ സംശയിക്കുന്നവരുടെ പട്ടിക വേറെയും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാ അടിസ്ഥാനത്തിലുള്ള നിരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നാമത് നമ്മൾ ഇപ്പോൾ ആരംഭിച്ചൊരു കാര്യം, സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ പുറത്തിറങ്ങുന്നതിന്റെ ഒരാവശ്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മാക്കെയർ സ്റ്റോറുകൾ കുടുംബശ്രീയുമായിട്ട് സഹകരിച്ച് സ്കൂളുകളിൽ ആരംഭിച്ചു. കേരളത്തിൽ ഇപ്പോൾ 500ഓളം സ്കൂളുകളിൽ ആരംഭിച്ചു. 1000 എണ്ണമാണ് ഇപ്പോൾ ഉടനടി ലക്ഷ്യമിടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പലപ്പോഴും മറ്റു പല ആവശ്യങ്ങൾക്ക് കുട്ടികൾ പുറത്തിറങ്ങേണ്ടി വരുമ്പോഴൊക്കെയാണല്ലോ ഇത്തരം വലയിലൊക്കെ പോയി പെടുന്നത്. അപ്പൊ അത് കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ഒരു വഴി അടയുമ്പോൾ അവർ മറ്റു വഴി തുറക്കുന്നുള്ളത് സംശയമില്ല. കാരണം ഇത് ആഗോളമായിട്ട് തന്നെ നോക്കിയാൽ ആയിരക്കണക്കിന് കോടി ഡോളറിന്റെ ബിസിനസ് ആണല്ലോ. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. അപ്പോ പല വഴികൾ തുറക്കാൻ അവർ ശ്രമിക്കും. എല്ലാ വഴികളും അടയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഉത്തരവാദിത്വം. എല്ലാ വഴികളും അടയ്ക്കാൻ സർക്കാരിന്റെയും ഏജൻസികളുടെയും നേതൃത്വത്തിൽ സമൂഹമാകെ ഒറ്റക്കെട്ടായിട്ട് അണിനിരക്കണം. മറ്റഭിപ്രായ ഭേദങ്ങളെല്ലാം മാറ്റിവെച്ച് നമ്മൾ ഒരുമിച്ച് നടത്തേണ്ട യുദ്ധമാണ്. ഒരുമിച്ച് മാത്രം ജയിക്കാൻ കഴിയുന്ന യുദ്ധവുമാണ്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി. അല്പസമയം മുമ്പ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംസാരിച്ചു. അദ്ദേഹം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, UDF അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ പ്രകടന പത്രികയിൽ അടക്കം മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി ലഹരി വിരുദ്ധ പോരാട്ടം ഉൾപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. അതൊരു നല്ല നിർദ്ദേശമാണെന്ന് തോന്നുന്നു. പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും പൊതു അജണ്ടയിൽ ഈ വിഷയം ഉണ്ടെങ്കിൽ കൂടിയും നമ്മുടെ പ്രയോറിറ്റിയിൽ ഒരു പടി കൂടി കടന്ന് ലഹരി വിരുദ്ധ പോരാട്ടം ഉൾപ്പെടുത്തേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഇപ്പോ സർക്കാർ തന്നെ അതിന്റെ പ്രയോറിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് തീർത്തല്ലോ. അതുകൊണ്ടാണല്ലോ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്ന് എല്ലാവരെയും ഏകോപിപ്പിച്ചത്. ഇക്കാര്യത്തിൽ ആരെയും അകറ്റി നിർത്തുന്ന സമീപനം ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ലല്ലോ. ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനം നടക്കുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ തന്നെ പ്രയോറിറ്റിയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രയോറിറ്റി ആവുന്നത് സ്വാഗതാർഹവുമാണ്. എല്ലാവരുടെയും പ്രയോറിറ്റി ആയിട്ട് ഇപ്പോൾ എല്ലാവരും തിരിച്ചറിയുന്നു എന്നത്. ഇതുവരെ നമ്മൾ അത്രത്തോളം രാഷ്ട്രീയ പാർട്ടികൾ അത്രത്തോളം കണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കാര്യങ്ങളുടെ ഗൗരവം എല്ലാവർക്കും ബോധ്യം വരുന്നുണ്ട്. ശ്രീ ചെന്നിത്തല സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചത് അതും സ്വാഗതാർഹമാണ്. അദ്ദേഹം നടത്തുന്ന ചില പ്രവർത്തനങ്ങളുടെ ഞാൻ അതിനെയും അഭിനന്ദിച്ചിരുന്നു. അതിലൊന്നും ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹം വാക്കത്തോണും ഒക്കെ ആയിട്ട് ബോധവൽക്കരണത്തിന് നടത്തുന്ന ചില ശ്രമങ്ങളുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കും കൂട്ടായിട്ടും ഈ കാര്യത്തിൽ നിരന്തരമായിട്ട് ഒരു ഇടർച്ചയുമില്ലാതെ ഈ പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്തേണ്ട. ആര് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്താലും അത് അഭിനന്ദനാർഹവുമാണ്. വളരെ നന്ദി മിനിസ്റ്റർ MP രാജേഷ് സംസാരിച്ചതിന്. എന്തായാലും അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ ഇത്തരം ഏതുതരം നിർദ്ദേശങ്ങളെയും ഏതുതരം വെളിപ്പെടുത്തലുകളും സർക്കാർ ഏറ്റെടുക്കും. ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത്. ന്യൂസ് 8ന്റെ കണ്ടെത്തലിനെ അദ്ദേഹവും അഭിനന്ദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഞങ്ങളും ഇതൊരു മാധ്യമ ദൗത്യമാണ് ഞങ്ങളെ സംബന്ധിച്ചും തീർച്ചയായിട്ടും. കാരണം സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, കലാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തുകൊണ്ട് അതിൻ്റെ വെല്ലുവിളികൾ സൂചിപ്പിക്കുന്ന ക്യാമ്പയിനുകളും ഞങ്ങൾ സംസ്ഥാന വ്യാപകമായി നടത്തി വരികയാണ്. വരുന്ന ഈ മാസത്തിൻ്റെ 2ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ കോട്ടയത്ത് സമാനമായൊരു പരിപാടി ന്യൂസ് 8 സംഘടിപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ലഹരിയാണ് നമ്മുടെ ലഹരി വിരുദ്ധ പ്രഖ്യാപനമാണ് നമ്മുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യങ്ങളുമായി മാധ്യമ സ്ഥാപനങ്ങളാവട്ടെ, സർക്കാരുകളാവട്ടെ, രാഷ്ട്രീയ പാർട്ടികളാവട്ടെ എല്ലാവരും മുന്നോട്ട് വരട്ടെ എന്നൊരു പൊതു കാലഘട്ടത്തിലാണ് നമ്മൾ. അതെല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട് എന്നത് വളരെ ശുഭപ്രതീക്ഷ നൽകുന്നു. ഫിലിപ്പ് മമ്പാട് തുടരുന്നുണ്ട്.
ശ്രീ ഫിലിപ്പ് മമ്പാട്, താങ്കൾ കേട്ട് കാണും മന്ത്രിയുടെ വാക്കുകൾ. മന്ത്രി ശുഭസൂചകമാണ്. അദ്ദേഹം ഇത്തരം സാഹചര്യങ്ങളെല്ലാം ഏറ്റെടുക്കുകയാണ്. ആ പ്രവർത്തനങ്ങളും ഈ വെളിപ്പെടുത്തലുകളും എല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. നമുക്കൊരു പക്ഷേ ഈ ആലപ്പുഴയിലെ അമ്മയുടെ വെളിപ്പെടുത്തൽ അതൊരു സൂചകമാണ്. കാരണം എൻ്റെ മകൻ ഉപയോഗിച്ചിരുന്നു, അവന് തിരിച്ചു വരണം, ഞങ്ങൾക്ക് തിരിച്ചു വരണം, അതിന് നിയമ സംവിധാനങ്ങളുടെ സഹായം വേണം, സർക്കാർ സംവിധാനങ്ങളുടെ സഹായം വേണമെന്ന് ആ അമ്മ ഏറ്റു പറയുകയാണ്. അപ്പോൾ ഏതെങ്കിലും കുടുംബങ്ങളിൽ ഇത്തരം സൂചനകളുണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നവർക്ക് നിയമസഹായം ആവശ്യമാണ്, സംരക്ഷണം ആവശ്യമാണ്. അങ്ങനെ കൂടി നമ്മൾ മാറേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ അമ്മയെ അല്ലാതെ ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി പറഞ്ഞ പോലെ ഇതിനകത്ത് പങ്കെടുക്കുന്ന നിങ്ങളടക്കം, ന്യൂസ് 18 അടക്കം എല്ലാവരും ഇതിനകത്തുനിന്ന് ഒരു മനസ്സോടു കൂടിയാണ് മുൻപോട്ട് പോകുന്നത്. ഇതോടൊപ്പം ഞാൻ സൈത്തിന്റെ ചോദ്യത്തിലേക്ക് വരാം. ശരിക്കും സത്യത്തിൽ അവിടെ ആദ്യം പറഞ്ഞു വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് നമ്മൾ പിടികൂടുന്നുണ്ട്, കഞ്ചാവും മയക്കുമരുന്നൊക്കെ. ഇത് പിടികൂടുമ്പോൾ നിയമത്തിന്റെ പഴുതിലൂടെ പല ഡിക്റ്റേഷൻ നന്നായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഓരോ പോലീസും നിങ്ങൾ ഡാറ്റ എടുത്ത് നോക്കിയാൽ മതി. ഒരു വലിയ ക്വാണ്ടിറ്റി ഈ ലഹരി പദാർത്ഥങ്ങൾ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കുന്നു, അത് ഡിസ്പോസ് ചെയ്യുന്നു, അതായത് കൺസേൺഡ് ഏജൻസി വഴി. പക്ഷേ ഇതിലെ ഡിക്റ്റേഷൻ ശരിയായി നടക്കുന്നു, പക്ഷെ കൺവെൻഷൻ നടക്കുന്നില്ല, ശിക്ഷ നടക്കുന്നില്ല. കാരണം എന്താ? ഒരു സ്വതന്ത്ര സാക്ഷി പലപ്പോഴും വിസ്താരവേളയിൽ കൂറുമാറപ്പെടുന്നുണ്ട്, അവരെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്. അപ്പം ഈ സാക്ഷി എന്ന് പറയുന്നത് പൊതുജനങ്ങളാണ്. എത്രമാത്രം അവയർനെസ്സുകളും ബോധവൽക്കരണങ്ങളും ഇപ്പൊ മീഡിയകളെല്ലാം ക്യാമ്പയിനുകളും കൺവെൻഷൻ സെമിനാറുകളും ഈ ഫുട്ബോൾ മത്സരങ്ങളും മനുഷ്യച്ചങ്ങളും എല്ലാം ലഹരിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പം 2 അമ്മമാരെ ബലി കൊടുക്കേണ്ടി വന്നില്ലേ? 10-25 അമ്മമാർ മരിച്ച ഒരു സാക്ഷര കേരളമാണ്. അവസാനം താമരശ്ശേരി ഒരു അമ്മയും പിന്നെ തിരുവനന്തപുരത്ത് വെഞ്ഞാറുമൂട്ടിലെ സംഭവമൊക്കെ വന്നപ്പോഴാണ് എല്ലാ മഹലുകളും, എല്ലാ ക്രൈസ്തവ ആരാധനകളും, എല്ലാ യുവജന പ്രസ്ഥാനങ്ങളും, രാഷ്ട്രീയ സംവിധാനങ്ങളും, ഞാൻ പ്രധാനം ചെയ്യുന്ന പോലീസിന്റെ യോദ്ധാവും ഈ പറയുന്ന എക്സൈസിലെ വിമുക്തി ക്യാമ്പയിനും കരുതലും എല്ലാം ഉണർന്നു, എല്ലാം വളരെ ആക്റ്റീവായി. പക്ഷെ ആക്റ്റീവ് ആകുന്ന ഇടയിലാണ് ഇപ്പൊ ന്യൂസ് 18 ഇങ്ങനെ ആലപ്പുഴയിലെ ഒരു അമ്മയുടെ നൊമ്പരം നിങ്ങളിപ്പം പൊതുജനത്തിന് മുമ്പേ നിങ്ങൾ സമർപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ പല വീടുകളിൽ നടക്കുന്നുണ്ട്. പക്ഷെ 100-ൽ ഒരു 95% മാതാപിതാക്കൾ അതിനെ മൂടി വെക്കുകയും അത് പുറത്തേക്ക് പറയാൻ മടിക്കുകയും അതുപോലെ എന്റെ മകൻ അത്തരം പ്രവൃത്തി ചെയ്യില്ല എന്ന് പറയുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മാതാപിതാക്കളുണ്ട്. ഒരു പക്ഷേ അടുത്തിടയ്ക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് ഒരു അച്ഛൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞാണ്, സാർ എന്റെ മകനെ ഒന്ന് പിടിപ്പിക്കണം, അവനിപ്പോ വീട്ടിലുണ്ട്, അവന്റെ കയ്യിൽ സാധനമുണ്ട്, കാരണം എന്റെ മകൻ മരിച്ചതിന് തുല്യമാണ്, ഞാൻ ആരെ വിളിക്കണ്ടേന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ കൺസേൺഡ് നമ്പർ വാങ്ങി അവർക്ക് ഞാൻ കൊടുത്തു. ഇപ്പം ആ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കും അറിയാം, ആ വ്യക്തി ഇപ്പം റിമാൻഡിലാണ്. റിമാൻഡ് എന്ന സ്ഥലത്ത് ജയിൽ സൂപ്രണ്ടിനെ പോയിട്ട് അച്ഛൻ കണ്ടു, പറഞ്ഞു എന്റെ മകന് കുറച്ച് കെയറിങ് കൊടുക്കണം, കൗൺസിലിംഗ് കൊടുക്കണം, അവൻ ജാമ്യത്തിൽ വേറെ ആര് വന്നാലും ഈ ഡ്രഗ് മാഫിയ വന്നാലും എന്നെ അറിയിക്കണം, ഞാനാണ് അവനെ ജാമ്യം എടുക്കാം, മാക്സിമം അവനോട് കിടക്കട്ടെ, ഇറങ്ങിയാൽ അവനെ കൊണ്ടുപോയി DD സെന്ററിൽ കൊണ്ടിട്ട് മകനെ എനിക്ക് തിരിച്ചു പിടിക്കണം എന്ന്. അങ്ങനെ പറയുന്ന അച്ഛന്മാർ ഇപ്പൊ മുമ്പോട്ട് വരികയാണ്, ഈ ആലപ്പുഴയിലെ അമ്മയെ പോലെ. അങ്ങനെ ഓരോരുത്തരും എന്റെ വാക്ക് കേൾക്കുന്ന ഓരോരുത്തരും, ലഹരി എന്ന് പറയുന്നത് നമ്മളെല്ലാം ഒരു ദുരന്ത മുഖത്താണ്. ലഹരി എന്ന് പറയുന്ന ഈ വസ്തു ക്ഷണിക്കാതെ നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരും. അതിനെ നമ്മൾ ആരും പോയി ക്ഷണിക്കൊന്നും വേണ്ട. കാരണം 10-ൽ 2 ആള് ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്ന ഒരു ആധുനിക കാലഘട്ടത്തിലാണ്. ഇപ്പൊ അടുത്തിടയ്ക്ക് പേര് പറയുന്നൊന്നുമില്ല, പല പ്രസംഗിക്കുന്ന പലരും യൂട്യൂബിലൊക്കെ ഈ കഞ്ചാവിനെ കുറിച്ചൊക്കെ വളരെ മഹത്തരമായി സംസാരിക്കുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളും ലീഗലാണ്, ഇവിടെ ലീഗലാക്കി കൊടുക്കണം എന്നൊക്കെ. വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല, കാരണം അതൊക്കെ ഈ നമ്മളെ യങ്സ്റ്റേഴ്സിന് ഭയങ്കര ആർജവമാണ്. അവർ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് അവർക്ക് കിട്ടുന്ന എന്താ, ലോകത്തെ ഏറ്റവും മഹത്തരമായ ദൈവികമായ പരിവേഷം അലങ്കരിക്കുന്ന ആയുർവേദ ഔഷധച്ചെടിയാ കഞ്ചാവ് എന്നാ പറയണത്, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ അത് ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നൊക്കെയാ പറയണത്, കുട്ടികളോട് പറയണത്. അപ്പം അതെല്ലാം കുഞ്ഞുങ്ങൾ എന്ത് ഉപയോഗിച്ചാൽ എന്ത് അത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ എനിക്കൊരു വൈബ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഈ ആധുനിക നവമാധ്യമ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾ പെട്ടുപോയാ അത് അവരെ നമുക്ക് പഴി പറയാൻ പറ്റില്ല. കുട്ടികൾ നിഷ്കളങ്കരാണ്, അവർ അത്ഭുതങ്ങൾ ഇതിഹാസങ്ങൾ എപ്പോഴും ചെയ്യും. അവരെ ചേർത്ത് പിടിക്കുക എന്നത് ഒരുപക്ഷെ ഒരച്ഛനും അമ്മയ്ക്കും മാത്രം ഉത്തരവാദിത്തമല്ല. അത് വീട്ടിലെ ചുവരിനകത്ത് മാത്രമേ ഉള്ളൂ. ആ വീട്ടിൽ CCTV ഉണ്ടാവും, മതിലുണ്ടാവും, വലിയ വാതിലുണ്ടാവും. പക്ഷെ ആ വീട്ടിൽ പുറത്തേക്ക് പോകുന്ന മക്കളുണ്ട്, അവർ പോകുന്ന വഴിയോരങ്ങളും, അവർ പോകുന്ന കലാലയ തിരുമുറ്റങ്ങളും, അവർ പങ്കെടുക്കുന്ന കൂട്ടുകെട്ടുകളും, അവർ പോകുന്ന DJ പാർട്ടികളും ഒന്നും ഇന്ന് പറയുന്ന എനിക്കും സജിത്തിന്റെ ഇടങ്ങളിലൊന്നും ഇത് സുരക്ഷിതമല്ല. അപ്പൊ അവിടെ എല്ലാം നമ്മുടെ കണ്ണുകൾ ക്യാമറകളായി, നമ്മുടെ കാതുകള് നല്ലൊരു സഹചാരിയായി നമുക്ക് മക്കളെ കൂടെ നിന്നാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. ഞാൻ ആണായിട്ട് പറയാം, എക്സൈസ് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞ പോലെ പോലീസ് നല്ല സന്തോഷത്തിലാണ്. പോലീസ് ഇത്തരത്തിൽ ഡിക്റ്റേഷൻ നടക്കുമ്പോൾ ഓരോ പോലീസ് ഓഫീസർമാരുടെയും മീറ്റിംഗിൽ അവർ പറയുന്ന ഒരു ആർജവമുണ്ട്, ആ സന്തോഷത്തോടു കൂടി. കാരണം അവർ പിടിച്ചുകൊണ്ട് വരുന്നവരെയൊക്കെ ഉപദേശിക്കുന്നൊക്കെ കേട്ടാല് എനിക്ക് ഒരുപാട് പേഴ്സണൽ അനുഭവങ്ങളുണ്ട്. അവരെ തോളെ തട്ടി അത് ഉപയോഗിച്ചത് അവര് രോഗാവസ്ഥയിലാണ്, അവരെ ചേർത്ത് പിടിക്കണം, അതോടൊപ്പം തന്നെ അവന് കൊടുത്തവരെ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞ് എത്രയോ സമയങ്ങൾ മെനക്കെടുത്തി വേഷം മാറി
താടി മീശം വെച്ച് ഇപ്പൊ ഈ മലപ്പുറം ജില്ലാ പോലീസിലെ ഡാൻസ് അപ്പ് ടീമങ്ങളുണ്ട്. അവരൊക്കെ ശരീരമൊക്കെ ഒന്ന് കണ്ടു നോക്കണം നമ്മളൊന്ന്. ഈ മറ്റേ കൂലിപ്പണിക്കാരെ പോലെ, ഈ കോൺക്രീറ്റ് പണിക്ക് പോകുന്നവരെ പോലെ താടി മീശം വെച്ച് ശരിക്കും ഭക്ഷണം കിട്ടാതെ ലോറിക്കകത്ത് കിടന്നിട്ടും അതേപോലെ KSRTC ബസ് സ്റ്റാൻഡിൽ പോയി കൊതുകുടി കൊണ്ട് കിടന്നിട്ടൊക്കെയാണ് ഈ സാധനങ്ങൾ പിടികൂടുന്നത്. അത് പിടിച്ചു കൊണ്ടുവരുമ്പോൾ അവരുടെ ഒരു സന്തോഷമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളും ഇത്തരം ഡിറ്റക്ഷൻ നടക്കുന്ന പോലീസ് ഓഫീസർമാരെ അംഗീകരിക്കാൻ മാധ്യമക്കാരെ ന്യൂസായിട്ട് നിങ്ങളടക്കം ഒരു ശ്രമം കൂടെ നിങ്ങൾ നടത്തണം. കുറ്റപ്പെടുത്തുന്നതിന് പകരം ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വെക്കണം പോലീസുകാരെയൊക്കെ ഒന്ന്. ഒരു പൂ കൊടുത്താൽ മതി, അത് ചെയ്ത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി. അപ്പം അവർക്ക് എല്ലാവർക്കും കുടുംബങ്ങളുള്ളതാണ് പോലീസിൽ. ഇപ്പൊ പെരുന്തമണ പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് വരെ. ആ സ്റ്റേഷനകത്ത് ഞാൻ ആത്മാർത്ഥമായിട്ട് പോലീസിനെ മുഖത്തോലേക്ക് സംസാരിക്കുന്നല്ല, 100% സത്യസന്ധമായി ഈ ഡിറ്റക്ഷൻ നടത്താൻ മുന്നിൽ നിൽക്കുന്ന എത്രയോ പോലീസുകാരുണ്ട്. അതിനകത്തുനിന്ന് ചിലപ്പോൾ സമൂഹത്തിനകത്ത് ഒരു സിഗരറ്റ് വലിയ അല്ലെ ഹാൻഡ്സ് ഒക്കെ ഉപയോഗിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ ചിലപ്പോൾ പോലീസ് കടന്നു വരും. അയാൾ ആ ശീലം വീണ്ടും തുടരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് അയാൾ മാത്രമുള്ള ഒരു കുറ്റമാണ്. അയാൾ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല. പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന പോലീസുകാരും നല്ല രീതിയിൽ ഇത് ശ്രമം നടത്തുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ന്യൂസ് സൈറ്റിനോട് വല്ലാത്തൊരു സന്തോഷമുണ്ട്. കാരണം നിങ്ങളൊരു ക്യാമ്പയിന് ദേവേരിക്കുളം ഞാൻ പങ്കെടുത്തതാണ്. നിങ്ങളുടെ ഉദ്യമത്തിന് എല്ലാവിധ പിന്തുണയുണ്ട്. ശരി, വളരെ നന്ദി. എന്തായാലും ഫിലിപ്പ്, ഞങ്ങളും ഇതൊരു ദൗത്യമാണ് ഞങ്ങളെ സംബന്ധിച്ചും. ഈ മാധ്യമ ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിൽ ഞങ്ങൾ മുൻനിരയിൽ തന്നെ ഉണ്ടാവും, അത് ഉറപ്പ് നൽകുന്നു. തിരുവനന്തപുരം അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇപ്പോഴും വ്യാപകമായി ലഹരി പദാർത്ഥങ്ങൾ സുലഭമായി ലഭിക്കുന്നുണ്ട് എന്നതാണ് വിവരം. നിരവധി വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമയായ ജീവിതം അവസാനിപ്പിച്ചതും കേരളം പലതവണ കേട്ടതാണ്. എന്നിട്ടും ശാശ്വത പരിഹാരം കാണാൻ ഇരുവരെയും ആയിട്ടുമില്ല. ഡാൻ കുര്യൻ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഡാൻ, തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട സ്കൂളിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥിയും പിന്നീട് ആ കുടുംബത്തിനുമുണ്ടായ ഒരു ദുരന്തം നമ്മൾ കേട്ടതാണ്, കണ്ടതാണ്. അതിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഇപ്പോഴും സ്കൂളുകളിലൊക്കെ സംഭവിക്കുന്നത് എന്താണ്? നഗരമേഖലകളുടെ പൊതുചിത്രം എന്താണ്? അല്പസമയം മുമ്പ് എക്സൈസ് മന്ത്രി വ്യക്തമാക്കിയിരുന്നു സർക്കാരിൻ്റെ ആക്ഷൻ പ്ലാൻ. അത് എത്ര കണ്ട് ഫലപ്രദമാണ്? സജിത്ത്, 2 വർഷം മുമ്പാണ് ഒരു നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളായ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിക്ക് ഇങ്ങനെ ദാരുണമായി ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്. തലച്ചോറിലെ അമിത രക്തസ്രാവമാണ് ഈ പെൺകുട്ടിയുടെ, ഈ വിദ്യാർത്ഥിനിയുടെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യമെന്ന വിലയിരുത്തലായിരുന്നു ആദ്യം. പക്ഷേ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് കേരളം ഞെട്ടലോടെ കേട്ട വിവരങ്ങളാണ് പുറത്തു വന്നത്. അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം അതിൽ തൃപ്തിയില്ലാതെ പിന്നീട് ആ കേസുമായി ബന്ധപ്പെട്ട് CBI ആ കേസിൽ അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി. സമാനമായ തരത്തിൽ പെൺകുട്ടികളെ കരിയർമാരായി ഉപയോഗിച്ചുകൊണ്ട് അവരെ ദുരുപയോഗം ചെയ്തതിനു ശേഷം ആ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി ഭീഷണിപ്പെടുത്തി പിന്നീട് ഈ മയക്കുമരുന്ന് മാഫിയ അവരെ കരിയർമാരായി ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട് എന്ന വാർത്ത നമ്മൾ തന്നെയാണ് 2 വർഷം മുമ്പ് വിശദമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് വ്യാപകമായ പരിശോധന, അതായത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും എക്സൈസിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നുമൊക്കെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് ഈ 3 സംവിധാനങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ട്, അതായത് പോലീസും എക്സൈസും വിദ്യാഭ്യാസ വകുപ്പും ഒരുമിച്ച് സ്കൂളുകളിൽ ലഹരി ഉപയോഗം കൃത്യമായി ഇല്ലാതാക്കുക, അതിനെ നിയന്ത്രണ പരിധിയിലാക്കുക, അതിനെ വേരറക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അന്ന് കൃത്യമായ ഒരു ക്യാമ്പയിൻ തുടക്കമിട്ടത്. അത് വ്യാപകമായ പരിശോധനകളിലേക്ക് നീണ്ടു. അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നൽകിയ നിർദ്ദേശം പോലീസോ എക്സൈസോ മാത്രം വിചാരിക്കുന്നത് കൊണ്ട് പരിഹാരം കാണാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല ഇത്. അവിടെ കൃത്യമായി രക്ഷിതാക്കളുടെ കൂടി ഇടപെടൽ അനിവാര്യമായി വരും. അസ്വാഭാവികമായ പെരുമാറ്റം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഒളിച്ചു വെക്കുന്നതിന് പകരം സ്കൂൾ അധികൃതരെയും അവിടെ കൊണ്ട് അത് പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ പോലീസ് അധികാരികളെയും അറിയിക്കുന്നതിനുള്ള കൃത്യമായ ഉത്തരവാദിത്തം രക്ഷകർത്താക്കൾ തന്നെ കാണിക്കണമെന്ന നിർദ്ദേശം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് മുമ്പോട്ട് വെച്ചത്. അതിനുശേഷവും സംസ്ഥാനത്ത് ഇത്തരം മാഫിയകൾ ഇപ്പോഴും വേരുറപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. അവിടെയാണ് എക്സൈസും പോലീസുമൊക്കെ ഇത്രയധികം ഡ്രൈവുകൾ നടത്തി മിന്നൽ പരിശോധനകളിലൂടെ ലഹരി മാഫിയയെ വരുതിയിൽ നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും മറുവശത്ത് ഇതിന്റെ വ്യാപനം ഇങ്ങനെ തീവ്രമായി തന്നെ നടക്കുന്നുണ്ട് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. അവിടെ ഏത് തരത്തിലുള്ള ഇടപെടലായിരിക്കും പൂർണ്ണമായി ഈ മയക്കുമരുന്ന് മാഫിയയുടെ വേരറക്കുന്നതിന് വേണ്ടി ഇനി എക്സൈസിന്റെയും പോലീസിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്നതാണ് കേരളം ചർച്ച ചെയ്യേണ്ടത്. അതാണ് ഡാൻ സൂചിപ്പിച്ചതാണ്. നമുക്ക് ഇനിയും മുന്നോട്ട് പോകണം, ഇനിയും നമ്മുടെ നിരീക്ഷണം ഉണ്ടാവണം, നമ്മുടെ നിരീക്ഷണ കണ്ണുകളായി മാറണം. നേരത്തെ ഫിലിപ്പ് അമ്പാട് പറഞ്ഞതുപോലെ ഓരോ കുടുംബങ്ങളും ഈ സമൂഹത്തിന് നേരെ കണ്ണു തുറന്നു വെക്കണം. ഇത്തരം നീക്കങ്ങളുണ്ടായെങ്കിൽ നമുക്ക് വളരെ സജീവമായി ഇടപെടലുണ്ടാകും.
ആലപ്പുഴയിലെ അമ്മയുടെയും വിദ്യാർത്ഥിയുടെയും തുറന്നു പറച്ചിലാണ് ഇന്ന് കേരളം ചർച്ച ചെയ്തത്. ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയാണിപ്പോൾ. നേരത്തെ എക്സൈസ് മന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. നമുക്കൊരിക്കൽ കൂടി കേൾക്കാം. താൻ ലഹരി മാഫിയയുടെ, കഞ്ചാവ് മാഫിയയുടെ കാരിയർ ആയിരുന്നു എന്ന ആ വിദ്യാർത്ഥിയുടെ തുറന്നു പറച്ചിലും അമ്മയുടെ വാക്ക്. ഓപ്പറേഷൻ ഡി ഹണ്ട് ഉൾപ്പെടെയുള്ള ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ പോലീസ് ആരംഭിച്ചതോടുകൂടി തെരച്ചിൽ വ്യാപകമാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിലാണ് ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇത് വിൽപ്പന നടത്തുന്ന ആളുകൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചു തുടങ്ങിയത്. അത്തരത്തിൽ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് മറ്റ് വിദ്യാർത്ഥികളിലേക്ക് ഇത് എത്തിക്കുക, ഒപ്പം പലയിടങ്ങളിൽ ഇത് വിൽപ്പന നടത്തുക അടക്കമുള്ള കാര്യങ്ങളാണ് ചെയ്തു വരുന്നതെന്നാണ് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വിദ്യാർത്ഥി നമ്മളോട് പ്രതികരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെന്നാണ് തുറന്നു പറയാൻ പോകുന്നത്. പഠിക്കുകയാണ് അല്ലേ? എങ്ങനെയാണ് ആദ്യമായിട്ട്, അതായത് ഈ ഒരു ലഹരി ഉപയോഗം, കഞ്ചാവ് ഉപയോഗത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? എങ്ങനെയാണ് ലഹരി മാഫിയ കുട്ടികളെ വലയിലാക്കുന്നത്? ഒരു വിദ്യാർത്ഥി നമ്മളോട് തുറന്ന് സംസാരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. എത്ര നാളായി ലഹരി ഉപയോഗമുണ്ട്? ഒരു വർഷമായിട്ടുണ്ട് അല്ലെ? സ്കൂൾസ് തൊട്ട് ഇത് കിട്ടിയിട്ടുണ്ട്? 10th കഴിഞ്ഞിട്ടാണ്. എങ്ങനെയാ ഇവര് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്? വഴി വെച്ചുകൊണ്ട് ആദ്യം സ്കോറായിട്ട് വന്നു, പിന്നെ അതിൽ കൂടുതലായിട്ട് വരാൻ തുടങ്ങി. അതായത് വഴിയിൽ വെച്ച് കണ്ടപ്പോ എങ്ങനെയാണ് അയാൾ നിങ്ങളെ അപ്രോച്ച് ചെയ്തത്? കണ്ടു, സംസാരിക്കും. ആദ്യം വലിക്കാൻ വേണ്ടി തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കാൻ തുടങ്ങി. എന്താ വിളിക്കുമ്പോ എന്താ പറയുന്നത്? വിളിക്കുമ്പോ വേണമെന്ന്. അപ്പൊ കൂട്ടുകാരെല്ലാം ഞാൻ വിളിച്ചു കൊടുക്കും. അപ്പൊ എനിക്ക് വേണ്ടി അതായത് കൂട്ടുകാർക്ക് ഇത് വേണോ എന്ന് ചോദിക്കാനായിട്ട് അയാൾ നിങ്ങൾക്ക് നിർദ്ദേശം തന്നിരുന്നോ? തന്നിരുന്നു. ആദ്യം താങ്കളെ കണ്ടു, താങ്കൾക്ക് ഇത് തന്നു, സൗഹൃദത്തിന്റെ പുറത്ത് തന്നു അല്ലെ? ഇവിടെ അടുത്ത് തന്നെയുള്ള ആളാണ് അല്ലെ? അതിനുശേഷം പിന്നീട് എന്താ പറയുന്നത്, കൂട്ടുകാരെ കൂടി കണക്ട് ചെയ്ത് തരാൻ പറയുന്നുണ്ടായിരുന്നു. അവരൊക്കെ വിദ്യാർത്ഥികളാണ്. പിന്നീട് എങ്ങനെയാണ് കൂട്ടുകാരിലേക്ക് ഇത് എത്തി തുടങ്ങിയത്? വേറെ കുറെ ആളുകളും ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇതിനകത്ത് ഇത് കൊടുത്താൽ, സുഹൃത്തുക്കൾക്ക് ഇത് വിറ്റാൽ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇത് വിറ്റാല് എന്ത് നേട്ടമാണ് തനിക്കുണ്ടാകുന്ന? എന്ത് നേട്ടമാണ്? പുള്ളിക്ക് അദ്ദേഹത്തിനാണ് പൈസ കൊടുക്കുന്നത്. പകരം ഇയാൾക്കുള്ള നേട്ടം എന്താണ്? ഉപയോഗിക്കാൻ തരിക എന്നുള്ളതാണ്. പൈസ, നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ഈ കൊടുത്ത് ശരണേൽപ്പിക്കുകയാണ്. പകരം ലഹരി മാത്രമാണ് തരുന്നത്. ഇങ്ങനെ അഡിക്റ്റ് ആക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നോ? വിളിക്കും. എന്താ പറയുന്നത്? വേണമെന്ന് ചോദിക്കുന്ന ഉദ്ദേശിക്കുന്നത് വേറെ ക്ലയന്റിനെ കണ്ടെത്തി കൊടുക്കാൻ വേണ്ടിയാണ്. ആണ്. ആ സമയത്ത് ആണോ കുട്ടി ഇത് മറ്റു സുഹൃത്തുക്കൾക്ക് വേണമെന്ന് അന്വേഷണം നടത്തുന്നത്? ഈ പ്രദേശത്തുള്ള സ്കൂളുകളിലൊക്കെ ഉള്ള കുട്ടികളുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ ഒരു ലഹരി ഉപയോഗം? ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ടോ? ഉപയോഗിക്കുന്നുണ്ട്. എത്ര രൂപ വെച്ചാണ് ഇത് വിൽപ്പന നടത്തുന്നത്? പാക്കറ്റിന് വിൽപ്പന നടത്തുന്നു. ഏകദേശം ഇപ്പൊ പോലീസിന്റെ ഒരു കണക്ക് പ്രകാരം 100 കണക്കിന് വിദ്യാർത്ഥികൾ 100-ന് മേലുണ്ടെന്നാ പറയുന്നത്. ഉണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നുണ്ട്. എത്രാം ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെയാണ്? 10th, +1, +2 ആണ് അല്ലെ? ചെറിയ കുട്ടികളില്ല. ഇവര് ഏതൊക്കെ ദിവസങ്ങളിൽ ഒന്നിടവിട്ട് വിളിക്കാറുണ്ടോ? എങ്ങനെയാ വിളിക്കുന്നത്? ശനി ഞായർ വിളിക്കാറുണ്ട്. രാത്രി കാലങ്ങളിലാണ്. ഇത് എങ്ങനെ കൊണ്ട് ഏൽപ്പിക്കുന്നത്? എങ്ങനെയാ? അപ്പം എന്നിട്ട് താൻ ഫോൺ വിളിച്ച് അവരെ വരുത്തുവാണോ? എല്ലാം ഈ കാറ്റഗറിയിലുള്ള കുട്ടികളാ?
പകരം ഇദ്ദേഹത്തിന് ലഹരി തരും. അത് മാത്രമാണ്. നിങ്ങളെ പോലത്തെ ഇപ്പൊ ഈയിടെയായിട്ട് നിങ്ങളെ പോലത്തെ കുട്ടികളെ കൂടുതൽ ക്യാരിയേഴ്സ് ആക്കുന്നുണ്ട് ഇവര്. ഉണ്ട്. ഒരുപാട് കുട്ടികളുണ്ടോ? അറിയാവുന്നവരുണ്ട്. അതൊക്കെ വിദ്യാർത്ഥികളാണോ? വിദ്യാർത്ഥികളാണ്. വിൽപ്പന നടത്തുന്നവരും ഉണ്ട് അല്ലേ? ഉണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പോലീസിന്റെ ഒരു പിടിയിലാകുന്നവരെയും ഇത് സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പം ആ ഒരു ആക്ടിവിറ്റിയിൽ ഇല്ല അല്ലേ? ഇല്ല. അപ്പം എത്ര കുട്ടികളെ അറിയാം ഇത്തരത്തില് ഈ ഡീലേഴ്സ് ആയിട്ടുള്ള? ഈ ഏരിയയിൽ തന്നെ ഉണ്ട്. അതായത് ഈ 100 കണക്കിന് ആളുകൾ വിദ്യാർത്ഥികൾ ഇതിന്റെ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. ആണ്. സ്കൂളുകളിലാണല്ലോ ഇത്. സ്കൂൾ വിദ്യാർത്ഥികൾ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന. സ്കൂൾ ബാഗിലൊക്കെയാണ് അവർ കൊണ്ടുപോകുന്നത്. എന്താ അവസ്ഥ? സംശയിക്കാതിരിക്കാൻ എന്തൊക്കെയാ ചെയ്യുന്നത്? സ്കൂളിൽ കൊണ്ടുവരണമെന്ന് അറിയാൻ പാടില്ല. അല്ല, വിദ്യാർത്ഥികളാണ് ഇതിന്റെ ഉപയോഗം അല്ലെ? നിങ്ങളിത് കണ്ടുപിടിക്കാതിരിക്കാൻ എങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ? ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പോലീസിനടക്കം വിവരം നൽകിയ ഒരു രക്ഷകർത്താവാണ് നമ്മളോടൊപ്പം ഉള്ളത്. വീട്ടിലെ സാഹചര്യങ്ങൾ വളരെ മോശമായി തുടങ്ങിയതോടുകൂടിയാണ് മക്കളെ അടക്കം കുട്ടിയെ രക്ഷിക്കാൻ ഈ അമ്മ അത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നത്. എന്തായാലും ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഈ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ ആ അമ്മ നമ്മളോട് തുറന്നു പറയാനായി തയ്യാറായിരിക്കുകയാണ്. വലിയൊരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോയിരുന്നത് അല്ലേ? എന്തായിരുന്നു വീടിന്റെ ഒരു അവസ്ഥ? ഇതിന്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകൻ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വീട്ടിലെ അലമാരി ഒക്കെ ദേഷ്യം വരുമ്പോൾ തന്നെ കൊട്ടിക്കുന്നു, നമ്മളോട് ദേഷ്യപ്പെടുന്നു, വയലൻ്റായിട്ട് നടക്കുന്നു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഈ ഒരു സ്വഭാവം അല്ലായിരുന്നു. അപ്പം ഇത് ഉപയോഗിച്ചിട്ടാണെന്ന് മനസ്സിലായി. പിന്നെ ഇവിടെ കുട്ടികൾ അവൻ്റെ കൂട്ടുകാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. അവരൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം ഏകദേശം ആ ഒരു മോഡലിലുള്ള പിള്ളേരൊക്കെയാണ് വരുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി ഇത് ശരിയാകത്തില്ല. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ പോലീസിനെ വിവരം അറിയിച്ച് അവർ വന്ന് ധാരാളം കൊടുക്കുന്നത് അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഒത്തിരി പിള്ളേരുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എല്ലാവരെയും ഇതിന് നേർവഴിക്ക് കൊണ്ടുവരണം. വിദ്യാർത്ഥികളാണ് കൂടുതലും വരുന്നത്. വിദ്യാർത്ഥികൾ തന്നെയാണ് വരുന്നത്. വിദ്യാർത്ഥികളെയാണ് ഇവർ ക്യാരിയേഴ്സായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? അവരാണ് ഇവിടെ ഈ വീട്ടിൽ തന്നെ ഒരുപാട് പേര് വന്ന് റോട്ടിൽ നിന്ന് ഇവിടെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. രാത്രി സ്കൂൾ കുട്ടികൾ രാത്രി താമസിച്ചാണ് വീട്ടിൽ വന്നത്. ചോദിക്കുമ്പോൾ കൂട്ടുകാരുടെ കൂടെ പോകുമെന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞാലൊന്നും അനുസരിക്കില്ല. ഭയങ്കര ദേഷ്യമായിരുന്നു. ഇവിടെ ഈ കുട്ടികളെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇങ്ങനെ ഈ പരിസരം കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു അല്ലേ? ഉണ്ട്. ഇവിടെ കൂടുതലും പേർക്ക് ഉണ്ട്. അവര് ഏത് വിധേനയാണെങ്കിലും അവരത് എത്തിച്ചു കൊടുക്കും. അങ്ങനെയാണ്. മകനെ അങ്ങനെ ട്രാപ്പ് ചെയ്ത് ഒരു സാഹചര്യത്തിലേക്ക് ആണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി തുടങ്ങിയത് എപ്പോഴാണ്? ഒരു ദിവസം അവന്റെ ഫോണിലേക്ക് ഒരു കോള് വന്ന്. അപ്പൊ ഞാൻ എടുത്തപ്പോ ഈ പറഞ്ഞ അറസ്റ്റ് ചെയ്തത് ആയിരുന്നു. ഞാൻ ചോദിച്ചു, ഇവനൊന്നും ഒത്തിരി പ്രായമുള്ള ചെറുക്കനെ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒന്നുമില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഒരു ദിവസം ഞാൻ ആ ഫോണിലെ റെക്കോർഡ് കേട്ടപ്പോ എനിക്കത് മനസ്സിലായി. ഈ ചെറുക്കനാണ് ഇത് കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ദിവസം പുറത്ത് വെച്ച് ചെറുക്കൻ കണ്ടപ്പോ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവനൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പിന്നെ ഒരു ദിവസം അവന്റെ കൂടെ ഇവൻ ബൈക്കിന് പോകുന്നത് ഞാൻ കണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി അവൻ തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. കേരളം ചർച്ച ചെയ്യുന്ന ഈ തുറന്നു പറച്ചിൽ ആലപ്പുഴയിൽ നിന്നാണ്. എന്തായാലും ഇതിന്റെ തുടർച്ചയുണ്ടാവും. പോലീസ് അടക്കമുള്ളവർ അന്വേഷണ രംഗത്താണ്. കൂടുതൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ ശക്തമാക്കുമെന്ന് എക്സൈസ് മന്ത്രിയും വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം സ്വർണ്ണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9280, പവന് 74,240. 18 ക്യാരറ്റ് ഗ്രാമിന് 7670, പവന് 61,360. വെള്ളി ഗ്രാമിന് 125 രൂപ, കിലോഗ്രാമിന് 1,25,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ്.